ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു യാത്ര പോകട്ടോ. വേറെ ഇങ്ങോട്ടും അല്ല, ഉമ്മയുടെ വീട്ടിലോട്ട് പോവാ. ഉമ്മയുടെ വീട് കൊല്ലത്താട്ടോ. കൊല്ലം കണനല്ലൂരാട്ടോ ഉമ്മയുടെ വീട്. അപ്പോൾ അങ്ങോട്ടേക്കൊരു യാത്ര പോവാം. അങ്ങനെ ഞങ്ങൾ നീണ്ടാരയായി. നീണ്ടാരയുടെ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിക്കാൻ നല്ലോണം പറ്റുന്നില്ല. ആ മുകളിലെ പാലം എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തും. കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ മാത്രം ഒരു സൗന്ദര്യമാണ്. അടുത്ത് നല്ല കാര്യം, നല്ല വ്യൂ അവിടെ നിന്ന. അതിൻ്റെ കൂടെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. ഇതാണ് കൊല്ലം ചിന്നക്കട. കൊല്ലത്തെ സൗന്ദര്യത്തെ പറ്റി പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ലല്ലോ. അത് കണ്ട് തന്നെ അനുഭവിക്കേണ്ട കാര്യമാണ്. കൊല്ലത്തിൻ്റെ മാത്രം അവകാശപ്പെടുന്ന കുറേയേറെ കാര്യങ്ങൾ കൊല്ലത്തിനുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകട്ടെ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമുക്ക് ഇറങ്ങണ്ട. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി, നല്ല മഴയായിരുന്നു. ഇതാണ് കണ്ണനല്ലൂർ പാലമുക്ക്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ വാങ്ങിച്ചെടുത്ത സന്തോഷമാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ ഉമ്മയുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഫൈനലി ഉമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ അടിപൊളി കേട്ടോ. എനിക്ക് ഒരുപാട് ഓർമ്മകൾ, എൻ്റെ കുഞ്ഞുനാളത്തെ പല ഓർമ്മകൾ നിറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നല്ല വ്യൂ, നല്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ടാണ്. നമുക്ക് കുറേ നേരം ഇവിടെ ഇരുന്നാൽ നല്ല രസമല്ല, കാറ്റും ഒരു പ്രത്യേക സുഖാട്ടോ ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഒരാൾ കിൻഡർ ജോയ് ഒക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഒരിച്ചിരി ചോദിച്ചിട്ട് പോലും അവളെ എനിക്ക് തന്നില്ല. പിന്നെ എനിക്ക് കളിപ്പാട്ടം കൊണ്ടുവച്ച് തന്നു, എങ്ങനെയെങ്കിലും വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പയ്യെ, ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ച് അങ്ങനെ സെറ്റാക്കി. ഇത് നമുക്ക് ആശാട്ടി കൊണ്ട് കൊടുക്കാം. ആളവിടെ ഇരിപ്പുണ്ട്. കൊണ്ട് കൊടുത്തപ്പോൾ ആള് വാങ്ങുമ്പോൾ നോക്കി ഇവളിതെങ്ങനെ ശരി. ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക വൈബാട്ടോ. ഇവിടെ നല്ല രസമാണ്. ഞാൻ അങ്ങനെ മുകളിലോട്ട് വന്ന് കാണുമ്പോ സിമ്പിളാന്നൊക്കെ തോന്നും, പക്ഷെ കേറാൻ വലിയ പാടാ. പക്ഷെ വലിഞ്ഞു കേറി കഴിഞ്ഞ പിന്നെ അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് കാണാൻ അടിപൊളി വ്യൂ. നോക്കി, നല്ല രസമുള്ള സ്ഥലമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ. ഇവിടെ നോക്കൂ, നല്ല രസമാണ്. പണ്ടിവിടെ വയലായിരുന്നു. വയൽ മീൻസ് പാടമായിരുന്നു. ഇപ്പോ പാടമൊന്നും അല്ല. ഇങ്ങനെ പോച്ചയൊക്കെ കീറി, എന്താ പറയുക, ഒരു നല്ലൊരു രസമാണ്. നല്ലൊരു പച്ചപ്പ്, നല്ലൊരു ക്ലൈമറ്റ് അവിടെ. ഇവിടെ ചില നേരത്ത് തണുപ്പായിരിക്കും. രസമാണ് ഇവിടെ. നല്ല സ്പോട്ടാണ്. പിന്നെ ഞാൻ താഴയിലോട്ട് പോയി. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നെങ്കിലും എൻ്റെ തലയൊക്കെ കറങ്ങും. ഇനി ഇതും കൂടി ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പയ്യെ ഇറങ്ങി. അപ്പോഴത്തേക്ക് മാമിയാണെങ്കിൽ, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ വൈഫാണെങ്കിൽ മന്തി വാങ്ങിക്കൊണ്ട് വന്നു. ആള് പോയി മന്തി വാങ്ങിച്ചുകൊണ്ടൊക്കെ തന്നു. അങ്ങനെ നമ്മൾ മന്തി കഴിക്കുവാണ്. ഇച്ചിരി ചിക്കൻ്റെ പീസും ചോറൊക്കെ ആയിട്ട് നല്ല മന്തി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും മന്തി കഴിക്കുന്ന ആളല്ല, എന്നാലും ഇത് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ സമയം. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇതാണ് മുഖത്തല മുരാരി ക്ഷേത്രം. പണ്ട് രാജാക്കന്മാരെ കാലത്ത് തൊട്ടുള്ള ക്ഷേത്രം കേട്ടോ. ബ്രിട്ടീഷുകാരാണ് ഇത് പണിയെഴുപ്പിച്ചത്. ഇതിൻ്റെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരുപാട് വർഷം പഴക്കമുള്ള മതില. എൻ്റെ ഉമ്മ പറഞ്ഞ കഥ കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് ഒക്കെ എടുത്തു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ അതാണ് ട്രെയിൻ വന്നു. പിന്നെ ട്രെയിനിൽ കയറി. ബജ്ജി വേണമെന്ന് പറഞ്ഞു നൈസിൽ. അങ്ങനെ ബജ്ജി വാങ്ങി. നമ്മുടെ മൺട്രോത്തുരത്തിൻ്റെ ഭംഗി, അടിപൊളി വ്യൂ ആ. ട്രെയിനിൽ ഇരുന്ന് അടിപൊളി വ്യൂ ആ. ബസ്സിൽ പോയി ഇത്രയും വ്യൂ കിട്ടൂല. ട്രെയിനിൽ പോയാലേ അടിപൊളി വ്യൂ ആ. മൺട്രോത്തുരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ട്രെയിനിൽ തന്നെ പോകണം. നല്ല സ്പോട്ട്. അങ്ങനെ മൺട്രോത്തുരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ എങ്ങനെ യാത്ര തുടർന്നു. ആ ആകാശത്തിൻ്റെ നീലയും ആ പച്ചപ്പും അടിപൊളി രസം. അങ്ങനെ ഇന്നത്തെ യാത്രയൊക്കെ അവസാനിച്ചു. നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായി. അപ്പോൾ ഓക്കേ.